സി കൃഷ്ണകുമാറിലേക്ക് NDA ക്യാമ്പിന്റെ പ്രതീക്ഷയും ആത്മവിശ്വാസവും ഈ അവസാന ദിനത്തിൽ എങ്ങനെയാണ് എന്ന് കൂടി നമുക്ക് നോക്കാം. AK സ്റ്റെഫിനുണ്ട്. സ്റ്റെഫിൻ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ വലിയ വിജയസാധ്യത ഞങ്ങൾക്കുണ്ട് എന്ന ആത്മവിശ്വാസം BJP ക്യാമ്പിനുണ്ടായിരുന്നു. പക്ഷേ പ്രചാരണ വിഷയങ്ങൾ പലത് വന്നുപോയി, ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് കാര്യങ്ങളൊക്കെ. സന്ദീപ് വാര്യരുടെ പാർട്ടി മാറ്റം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് പാലക്കാട്ട് നടക്കുന്നത്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് BJP ക്യാമ്പിൽ ഈ അവസാന ദിനത്തിൽ വോട്ട് ഉറപ്പിക്കാനുള്ള സ്ഥാനാർത്ഥിയുടെ വോട്ടം ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്? ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് BJP എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സന്ദീപ് വാര്യർ ഈ ഒരു വിഷയം, പാർട്ടിയിൽ നിന്ന് അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു, അതിനെ തുടർന്ന് നടത്തിയ ആരോപണങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. എങ്കിലും അതൊന്നും ഈ തിരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് BJP അവകാശപ്പെടുന്നത്. കാരണം പ്രവർത്തകർക്ക് അത് കൂടുതൽ പ്രവർത്തിക്കാനുള്ളൊരു ഊർജ്ജമായി, അല്ലെങ്കിൽ താഴെത്തട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊക്കെ തന്നെ ഈ ഒരു വിഷയത്തോടുകൂടി മാറി. അദ്ദേഹം സംഘടനയടക്കം കുറ്റം പറഞ്ഞ് മാറിയതോടുകൂടി ചെറിയ ഉടക്കി നിന്ന ആളുകൾ പോലും കൂടുതൽ സജീവമായി ഊർജ്ജസ്വലമായി ഇറങ്ങുന്നു എന്നുള്ളതാണ് BJP ആവശ്യപ്പെടുന്നത്. അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഹരിയേട്ട, എന്താണ് ഒരു പ്രതീക്ഷ? അല്ല, ശ്രീകൃഷ്ണകുമാർ 23-ാം തീയതി കേരള നിയമസഭയിലേക്ക് നടന്നു പോകാൻ പോകുന്നതിന്റെ ട്രയലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ട്രയൽ നടത്തമാണ് നടക്കുന്നത്. പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ്. ചെറിയ ചെറിയ വ്യക്തിപരമായ കാരണങ്ങളാലും മറ്റുമൊക്കെ മാറി നിന്നിരുന്ന മുഴുവൻ പ്രവർത്തകരും പുതിയ സാഹചര്യത്തിൽ വളരെ സജീവമായി ഫീൽഡിൽ കണ്ടല്ലോ. നിറച്ച് ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആളുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഫീൽഡിൽ ഇറങ്ങുന്ന ഞങ്ങളുടെ പഴയ കാലഘട്ടത്തിൽ ഏറ്റവും പഴയ പ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പോൾ പ്രവർത്തനത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ആ ഒരു ആവേശം എല്ലായിടങ്ങളിലും ഉണ്ട്. ജനങ്ങൾക്കിടയിൽ വീട്ടുകാരിൽ നിന്നെല്ലാം കിട്ടുന്ന ഒരു സ്വീകരണം നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. അവർക്ക് പരിചിതനല്ലാത്ത മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ, മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കാൾ ഇവിടെ ജനിച്ചു വളർന്ന ഈ പാലക്കാടിനെ അറിയുന്ന ശ്രീകൃഷ്ണകുമാർ അവരുടെ ഒരു വീട്ടിലെ അംഗം പോലെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അദ്ദേഹം ഒരു വീട്ടിലെ അംഗം എന്ന പോലെയാണ് അദ്ദേഹത്തെ അവർ സ്വീകരിക്കുന്നത്. തീർച്ചയായും ഇത് വിജയത്തിലേക്കുള്ള നടപ്പാണ്. തീർച്ചയായും അദ്ദേഹം നിയമസഭയുടെ പടികൾ കയറി ചെല്ലും. എന്താ കുട്ടി കുട്ടികളുണ്ടല്ലോ പ്രചാരണത്തിന്. എങ്ങനെയുണ്ട്? വോട്ടൊക്കെ പിടിച്ചോ? കൃഷ്ണകുമാരേട്ടൻ ജയിച്ചിരിക്കും. ഈ ടീഷർട്ടൊക്കെ എവിടെ കിട്ടി? ടീഷർട്ടൊക്കെ നമ്മൾ 250 രൂപയ്ക്ക് അടിച്ചത്. ഈ ഇലക്ഷന് വേണ്ടി അടിച്ചതാ? ഇലക്ഷന് വേണ്ടി അടിച്ചത്. അങ്ങനെ കുട്ടികൾ മുതൽ ഏതായാലും വലിയ നേതാക്കൾ വരെ ഉണ്ട് ഇന്ന് പ്രചാരണത്തിന്. അദ്ദേഹം BJPയുടെ വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടി ആ BJPയുടെ പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഗൃഹസന്ദർശനമെല്ലാം തന്നെ ഉള്ളത്. ഉച്ചയോടുകൂടി അദ്ദേഹം പാലക്കാട് നഗരസഭ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിലേക്ക് എത്തും. ഗൃഹസന്ദർശനം അടക്കമുള്ള പരിപാടിയിലേക്ക് എത്തും. ഇപ്പോൾ പിരായിരി പഞ്ചായത്തിലാണ് BJPയുടെ പ്രചാരണം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനമായും BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു 40,000-ന് മുകളിൽ ഉറച്ച വോട്ട് അവർക്കിവിടെ ഉണ്ട്. കൃത്യമായ ഒരു വോട്ട് ഷെയർ ഉള്ള മണ്ഡലമാണ്. അതൊക്കെ തന്നെ ആത്മവിശ്വാസം നൽകുന്ന പ്രധാനപ്പെട്ട ഘടകമായി ആത്മവിശ്വാസമുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ പാലക്കാട്ടെ രാഷ്ട്രീയ ചർച്ചകൾ പലതും ആശങ്കയുമായിട്ടുണ്ട്. BJP നേതൃത്വം